വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, വല്യമ്മ, വല്യച്ഛൻ ഇത്രയും പേരാ ഉള്ളത്. വല്യമ്മയും വല്യച്ഛനും വീട്ടിലുണ്ട്. അനിയൻ ഇപ്പോൾ +1 പഠിക്കുവാണ്. അമ്മയും അച്ഛനും കൂലിപ്പണി, അച്ഛൻ പെയിന്റിങ്ങും അമ്മ പറമ്പിപ്പണിയൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഏതായാലും സ്കൂളിൽ ചെന്നിട്ട് അല്ല കോളേജിൽ ചെന്നിട്ട് ടീച്ചറായി. കോളേജിൽ ഇപ്പം ചെറുതായിട്ട് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട് ഇപ്പം. ഒരുപാട് പേര് വരാൻ തയ്യാറായി നിൽക്കുകയാണോ? അതെ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ യോഗ എന്ന് പറയുമ്പം ഹെൽത്ത്, മെന്റൽ ഒക്കെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനൊക്കെ യോഗ നല്ലതാണല്ലോ. അപ്പം ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. ശരിക്കും ഈ കുട്ടികളൊക്കെ യോഗ പഠിക്കണം, അതിൽ മുന്നിലേക്ക് വരാനായിട്ട് മോൾക്ക് എന്താണ് മോളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്? എനിക്ക് യോഗ പഠിക്കാൻ തുടങ്ങിയിട്ട് പ്രതിരോധശേഷി കൂടി, ഇപ്പം രോഗങ്ങളൊന്നും വരാറില്ല അങ്ങനെ. പിന്നെ കോൺസെൻട്രേഷൻ, പഠിക്കാൻ ഒരു എനർജി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും യോഗയിലോട്ട് വന്ന് അങ്ങനെ മാനസികവും ശാരീരികമായിട്ട് നല്ല ആരോഗ്യം കൈവരിക്കാൻ വേണ്ടി ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. എല്ലാവർക്കും പറ്റുമോ യോഗ ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ ഈ വയറൊക്കെ ഉള്ള വലിയ വയറൊക്കെ ഉള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യോഗ ചെയ്യാൻ പറ്റുമല്ലേ? എല്ലാവർക്കും പറ്റും. നമ്മൾ ചെറിയ ആസന ചെയ്ത് വണ്ണമൊക്കെ കുറയ്ക്കേണ്ടവർക്ക് വണ്ണം കുറച്ച് ചെയ്യാം, അല്ലാത്തവർക്ക് വണ്ണം കുറയ്ക്കാതെ തന്നെ ചെയ്യാം. എല്ലാ തരത്തിലുള്ള ആസനയും യോഗയിലുണ്ട്. അപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണ് യോഗ. ഇപ്പം രേവതിയുടെ മെയ് വഴക്കം നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം അതെങ്ങനെയാണ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ലഭിച്ചതാണോ? ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യും. സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ചെയ്യിപ്പിച്ച്, പിന്നെ ഓരോ ആസനത്തിനും വേണ്ടി പ്രത്യേക എക്സസൈസ് ഉണ്ട്. അങ്ങനെ എന്നും പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്.